2024 ഒന്നോ രണ്ടോ ദിവസം കൂടിയേ ഉള്ളൂ. 2025 ഇനി വന്നു കഴിഞ്ഞു. ഈ 2025 എന്ന് പറയുന്ന നമ്പറിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പ്രത്യേകത 2025 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 45നെ 45 കൊണ്ട് തന്നെ ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2025 കിട്ടും. രണ്ടാമത്തെ പ്രത്യേകത, രണ്ട് സംഖ്യകളുടെ സ്ക്വയറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് 9ന്റെ സ്ക്വയർ ആയ 81, 5ന്റെ സ്ക്വയർ ആയ 25, ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 2025 ആയിരിക്കും. അടുത്ത പ്രത്യേകത, 3 സംഖ്യകളുടെ സ്ക്വയറിന്റെ സം ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത പ്രത്യേകത, 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതും 2025 ആയിരിക്കും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1936 ശേഷം വരുന്ന ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 2025. ഇനിയും ഇതേപോലെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരണമെങ്കിൽ അത് 46ന്റെ സ്ക്വയർ ആയ 2116 ആണ്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു 91 വർഷം കൂടി കഴിഞ്ഞാലേ അങ്ങനെ ഒരു വർഷം വരുത്തുള്ളൂ. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ഇയർ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ല.